നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ മുൻനിര നടന്മാരിൽ ഒരാളാണ് ശ്രീനിവാസൻ. അഭിനേതാവിനേക്കാൾ ഉപരി മികച്ച സംവിധായകനും തിരക്കഥാകൃത്തുമാണ്. വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രസക്തി ഒഴിയാതെ നിൽക്കുന്ന രാഷ്ട്രീയ ആക്ഷേപഹാസ്യ ചിത്രമാണ് സന്ദേശം. അതിന്റെ തിരക്കഥാകൃത്ത് കൂടിയാണ് ശ്രീനിവാസൻ. ഇപ്പോഴത്തെ കാലത്ത് ട്രോളുകളും സൈബർ ആക്രമണവും ആണെങ്കിൽ പണ്ട് തെറി പറഞ്ഞുകൊണ്ട് എഴുതുന്ന ഊമക്കത്തുകളായിരുന്നു ട്രെൻഡ്. ഒറ്റനോട്ടത്തിൽ അരാഷ്ട്രീയവാദം മുന്നോട്ട് വെക്കുന്നുവെന്ന് തോന്നലുണ്ടായാലും മടുപ്പിക്കാത്ത ഒട്ടനവധി നർമ്മ മുഹൂർത്തങ്ങളാൽ രാഷ്ട്രീയത്തിലെ ദുഷ്പ്രവണതകളെ വിമർശിച്ചുവിടാൻ സന്ദേശത്തിനായിട്ടുണ്ട്. നേതാക്കന്മാരാണ് പാർട്ടിയെന്ന് വിശ്വസിക്കുന്ന ആദർശങ്ങൾക്ക് പകരം നേതാക്കന്മാരുടെ ആവേശത്തെ മാത്രം പിന്തുണയ്ക്കുന്ന മണ്ടന്മാരായ ഒരു വിഭാഗത്തെ ഏറ്റവും നന്നായി വിമർശിക്കാൻ സന്ദേശം എന്ന സിനിമയ്ക്ക് സാധിച്ചു. ഇപ്പോഴിതാ ആ സിനിമയെക്കുറിച്ച് സത്യൻ അന്തിക്കാട് മനസ്സ് തുറന്നിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഊമക്കത്തുകൾ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന അറ്റാക്കുകൾ ഒന്നുമല്ല. അന്നൊക്കെ നല്ല പച്ചത്തെറികളാണ് വന്നിരുന്നത്. കാരണം അഭിപ്രായം ഊമക്കത്തായാണല്ലോ വരുന്നത്. ഇന്നത്തെ സൈബർ കമന്റോളികൾ എന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾക്കും മുഖംമൂടിയില്ലാതെ ഒരു മറയത്തിരുന്ന് സംസാരിക്കുന്നവരാണ്. അതുപോലെ തന്നെയാണ് ഊമക്കത്തുകളിലും. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പച്ചത്തെറി എഴുതുന്ന ആളുകൾ കുറവാണ്. എന്നാൽ ഊമക്കത്തിന്റെ സമയത്ത് അത് മാത്രമേ ലഭിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത്തരം കത്തുകൾ വന്നാൽ താനില്ലാത്തപ്പോൾ പൊട്ടിക്കരുതെന്ന ഡിമാൻഡ് ശ്രീനിവാസൻ അന്നേ വെച്ചിരുന്നു. ശ്രീനിവാസനെ തേടിയും ഇഷ്ടം പോലെ കത്തുകൾ വരും. കത്തുകളെല്ലാം ഒരു കൂമ്പാരം പോലെ വെച്ചിട്ട് ശ്രീനിവാസൻ ഓരോന്നോരോന്നായി എടുത്ത് ആ കത്തെഴുതിയ ആളുടെ അതേ മനോഭാവത്തോടെ എക്സ്പ്രഷൻ ഇട്ട് വായിക്കും. എടാ പട്ടി, നിനക്ക് നാണമുണ്ടോടാ എന്നൊക്കെ ചോദിച്ചാണ് കത്തുകൾ ആരംഭിക്കുന്നത് തന്നെ. ശ്രീനി കത്ത് വായിക്കുന്നത് ഒരു പ്രത്യേക രസമാണ്. അദ്ദേഹം വായിക്കുന്നതിനൊപ്പം അഭിനയിക്കും കൂടെ ചെയ്യും. അത് കാണുമ്പോൾ കാണികൾക്ക് ചിരിയും വരും. ശ്രീനി വായിച്ചു കഴിയുമ്പോൾ ഒരു കത്ത് ഞാൻ വായിക്കും. ഞങ്ങൾക്കതെല്ലാം ഒരു എൻജോയ്മെന്റ് ആയിരുന്നു. ഇപ്പോഴും അതൊരു തമാശയായിട്ടാണ് കാണുന്നത്. കാരണം സന്ദേശം അരാഷ്ട്രീയ പടമാണെന്നും ഇതിലൊരു മണ്ണാങ്കട്ടയില്ലെന്നും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയാണെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു.